എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 11 ബുധനാഴ്ച. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുന്ന മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വാർത്തകളും മറ്റുള്ള അത്യാവശ്യം ടിപ്സുകളുമൊക്കെ ഞങ്ങൾ നിത്യവും കൊടുത്തുകൊണ്ടിരിക്കുന്നു. US-ഉം ചൈനയും തമ്മിൽ ട്രേഡിംഗ് ടാക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുരോഗതിയുടെ സൂചനകൾക്കിടയിലും മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിലെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സ്വീകരിച്ച് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സ്ലൈറ്റ്ലി ഒരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഫ്ലാറ്റായി ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സെൻസെക്സ് മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം മിക്സഡ് ക്ലോസിംഗ് ആണ്. ഇന്നത്തെ സെഷനിലുടനീളം നിഫ്റ്റി ഒരു വാളറ്റൈലിറ്റിയാണ് സൂചിപ്പിച്ചത്. എന്നിരുന്നാലും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. നിഫ്റ്റി ബ്രേക്കൗട്ട് പോയിൻറ്റിന് മുകളിൽ പിടിച്ചു നിൽക്കുന്നതിനാൽ നമുക്ക് മൊത്തത്തിലുള്ള സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവായി തുടരുന്നു എന്നതാണ് ഒരു വലിയ പ്രതീക്ഷ. കൂടാതെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നിലവിലുണ്ട്. ഇത് ബുള്ളിഷ് ഔട്ട്ലുക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഏതൊരു ഫാളും നമുക്കൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ട്രേഡർമാർക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ 24,850 എന്നുള്ള ആ ഒരു റേഞ്ചിൽ മേജർ സപ്പോർട്ടായിട്ട് നിഫ്റ്റി നിലനിൽക്കും. പറഞ്ഞു വന്നത്, ഇവിടെ നിന്നും ഒരു ഫാൾ വരികയാണെങ്കിൽ ഈ സപ്പോർട്ട് ലെവൽ വരെ വരണമെന്നില്ല. അതിനു മുമ്പ് തന്നെ ചിലപ്പോൾ റിവേഴ്സ് പോയേക്കാം. അങ്ങനെയുള്ള ഫാൾ മുഴുവൻ നമുക്ക് ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ 24,850 എന്നുള്ള ഈ ലെവലിന് മുകളിൽ നിഫ്റ്റി നിൽക്കുന്നിടത്തോളം കാലം പോസിറ്റീവ് പ്രവണത കൂടുതലാണ്. മാത്രമല്ല ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 25,350 എന്നുള്ള ഈ ഒരു സോണിലേക്ക് നിഫ്റ്റി എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഡൊമസ്റ്റിക് വാല്യുവേഷനിലെ വർധനവ് മൂലം ബ്രോഡർ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂ ആയി. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷയുള്ള, അതായത് സ്ഥിരമായ വരുമാന പ്രതീക്ഷയുള്ള കമ്പനികളെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആട്ടോ, IT സെക്ടറുകൾ അവരുടെ ശ്രദ്ധാകേന്ദ്രത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം മെച്ചപ്പെട്ട പ്രതിമാസ സെല്ലിങ്ങിൽ ആട്ടോ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കുന്നുണ്ട്. അതേസമയം US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡിംഗ് സോൾവിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ, അത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലും IT സെക്ടർ പോസിറ്റീവ്, അതായത് നേട്ടമുണ്ടാക്കുന്നുണ്ട്. US ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്ന് പബ്ലിഷ് ചെയ്യും. ഇത് റീസെൻ്റ് താരിഫ് വർധനയെ തുടർന്ന് നേരിയ ഉയർച്ച കാണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെൻസെക്സ് 82,783 എന്നുള്ള ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 123 പോയിൻ്റ് പോസിറ്റീവിൽ 82,515 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 37 പോയിൻ്റ് പോസിറ്റീവിൽ 25,141 ക്ലോസ് ചെയ്തു. ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് അതേപോലെ തന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പും 0.53% ഇടിയുകയാണ് ചെയ്തത്. സെക്ടറൽ ഇൻഡെക്സുകൾ ഒരു മിക്സഡ് ട്രെൻഡാണ് കാണിച്ചത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, IT എന്നിവയാണ് പരമാവധി ഇന്ന് നേട്ടമുണ്ടാക്കിയത്. നിഫ്റ്റി ആട്ടോ, എനർജി, ഫാർമ, റിയാലിറ്റി എന്നിവയും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ്, FMCG, മീഡിയ, മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ ഇന്ന് നെഗറ്റീവിലും ക്ലോസ് ചെയ്തു. സെൻസെക്സിലെ 30 സ്റ്റോക്കുകളിൽ 15 ഇന്ന് പോസിറ്റീവിലാണ്. HCL ടെക്, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര, ബജാജ് ഫിൻസർവ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, എറ്റേണൽ, ICICI ബാങ്ക് എന്നിവയായിരുന്നു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തവ. പവർ ഗ്രിഡ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, അദാനി പോർട്സ്, HDFC ബാങ്ക്, നെസ്ലെ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നിവ നെഗറ്റീവിലും ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് 2.48% ഇടിഞ്ഞ് 13.66 ക്ലോസ് ചെയ്തു. നമ്മുടെ ഇന്ന് വാച്ച് ചെയ്യാനുണ്ടായിരുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലേക്ക് വരുമ്പോൾ 25,050 സപ്പോർട്ട് നിഫ്റ്റിയിൽ, 25,165 റെസിസ്റ്റൻസും. നമുക്ക് ഇവിടെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ 50 പോയിൻറ്റിൻ്റെ റാലി മാത്രമേ ഇന്ന് നിഫ്റ്റിയിൽ നടന്നിട്ടുള്ളൂ. പൂർണ്ണമായും ഒരു വാളറ്റൈലിറ്റി മാർക്കറ്റ് തന്നെയായിരുന്നു ഇന്ന്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 56,400
40 സപ്പോർട്ട്. ജസ്റ്റ് ലാസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് അല്പം താഴേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു എൻട്രി ലഭിച്ചിട്ടില്ല. സെൻസെക്സിലേക്ക് വരുമ്പോൾ 82,680 നമ്മുടെ റെസിസ്റ്റൻസ് ലെവൽ. ഇവിടെ ക്രോസ് ചെയ്തു, പക്ഷേ പിന്നീടുള്ള ക്യാൻഡലുകൾ താഴത്തേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൽ മുന്നേ എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസെക്സിൽ റെസിസ്റ്റൻസ് 82,785, സപ്പോർട്ട് എന്ന് പറയുന്നത് അല്പം മുകളിലേക്ക് വെച്ച് 82,310 എന്നുള്ള ഏരിയ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു 56,345. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് അല്പം അടുത്ത് വയ്ക്കാവുന്നതാണ് 56,805. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 25,050 തന്നെയാണ്. റെസിസ്റ്റൻസ് ഇന്നത്തെ ഡേ ഹൈ ആയ 25,220 മുകളിൽ 25,225 ആ ഒരു റേഞ്ച് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.